മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം ശക്തമാകുന്നു. നാളെ മൂന്നാം ദിനവും OP ബഹിഷ്കരിക്കും. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ നൽകുക, സ്ഥിരം നിയമനങ്ങൾ നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ സമരം തുടരുന്നത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഡോക്ടർമാരുടെ സമരം നാളെ OP ബഹിഷ്കരണം മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഡോക്ടർമാർ കടുപ്പിക്കുകയാണ്, നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നു. ഇപ്പോൾ സർക്കാർ ഒരു ചർച്ചയ്ക്കും തയ്യാറാകാത്ത മട്ട് തന്നെയാണോ? അതെ ദിവ്യ, ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങളാണ് KGMCTയുടെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശമ്പള കുടിശ്ശിക പൂർണ്ണമായും നൽകുക, അതുപോലെ തന്നെ ഈ ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം, കൂടാതെ ഇവരുടെ പെൻഷൻ അടക്കം ഇവർ ഈ വിരമിക്കുന്ന സമയത്ത് ഇവർക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ പെൻഷൻ ലഭിക്കേണ്ടതാണ്. പക്ഷെ ഇവർ സ്റ്റേറ്റിന്റെ കീഴിലേക്ക് വരുമ്പോൾ ഇവർക്ക് 80,000 മുതലാണ് ഇവരുടെ പെൻഷൻ. അത്തരത്തിൽ ആ അപാകതകളൊക്കെ മാറ്റുക, മെഡിക്കൽ കോളേജുകളുടെ വികസനം, ഇവരുടെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവർ റിലേ അടിസ്ഥാനത്തിൽ OP ബഹിഷ്കരണം നടത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ ഇതിൽ ഓരോ ഘട്ടത്തിലും ഇവർ സർക്കാരിനോട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൂന്നാം ഘട്ട റിലേ അടിസ്ഥാനത്തിലാണ് ഇവർ ബഹിഷ്കരണം തുടരുന്നത്. മൂന്നാം ഘട്ട ബഹിഷ്കരണം നാളെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സമരം കടുപ്പിക്കാൻ തന്നെയാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തര സഹായമായിട്ടുള്ള ഇത്തരത്തിൽ ലേബർ, ICU മുതലായിട്ടുള്ളവ ഒഴികെ OP ബഹിഷ്കരിക്കാനാണ് തീരുമാനം. എല്ലാ മെഡിക്കൽ കോളേജുകളുടെ മുന്നിലും ഇവർ ഇത്തരത്തിൽ സമരാഹ്വാനം ചെയ്യും. അത് രോഗികളെ എത്രത്തോളം വലിക്കുന്നുണ്ട്? കഴിഞ്ഞ 2 വട്ടവും ഈ OP ബഹിഷ്കരണം നടന്നപ്പോൾ ദൂരെ നിന്ന് വന്ന രോഗികളെയൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. പക്ഷേ ഈ രോഗികളെ ഇത്തരത്തിൽ ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു OP ബഹിഷ്കരണം അടക്കം ഈ സമരം കടുപ്പിക്കേണ്ടി വരുന്നതിൽ ആരോഗ്യ പ്രവർത്തകരെന്ന നിലയിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ കാലാകാലമായി ഉന്നയിക്കുന്ന ശമ്പള കുടിശ്ശിക അടക്കം വളരെ കാലമായിട്ട് ബാധ്യതയായി നിൽക്കുകയാണ്, പെൻഡിംഗ് ആയി നിൽക്കുകയാണ്. അതിലടക്കം അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും പൂർണ്ണമായി നൽകണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടും അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ OP ബഹിഷ്കരിക്കാൻ നിർബന്ധിതരാകുകയാണ് എന്നാണ് ഈ KGMCTA പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് തന്നെ വ്യക്തമാക്കുകയുണ്ടായത്. അവർ നിർബന്ധിതരാവുകയാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക്. പക്ഷെ ഇത് രോഗികളെ, മെഡിക്കൽ കോളേജ് എന്ന് വെച്ചാൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ഥലമാണ്. അത്തരം സ്ഥാപനങ്ങളിൽ, ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇത്തരം OP ബഹിഷ്കരണം ഉണ്ടാകുന്നത് സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മെഡിക്കൽ കോളേജുകളിലെ ഒരു പ്രതിസന്ധി എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ ഇവരുടെ പ്രശ്നങ്ങളെ സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് ഇവർ പല ഘട്ടങ്ങളിലായിട്ട് തയ്യാറാണ്. എന്നാൽ സർക്കാരാണ് ഇവരുമായിട്ട് ഒരു ചർച്ച നടത്താത്തത്, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത്. ദിവ്യ, സനിസ, ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു നിലപാട് എന്താണ്? ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ഉടനടി പരിഗണിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നാണ്. കഴിഞ്ഞ 2 പ്രാവശ്യവും OP ബഹിഷ്കരിച്ച സമയത്ത് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ ഇതിൽ ഇടപെടണം, സർക്കാർ അടിയന്തരമായി ഇവരുമായിട്ട് ഒരു ചർച്ച നടത്തണം, ഇവരുടെ ആവശ്യങ്ങൾ ശമ്പള പരിഷ്കരണം, അതുപോലെ തന്നെ കുടിശ്ശിക പൂർണ്ണമായി നൽകുക. അതുപോലെ പെട്ടെന്ന് ഈ മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ അഭാവമുണ്ട്, ഡോക്ടേഴ്സിന്റെ അഭാവമുണ്ട്, മറ്റ് മേഖലകളിലുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അഭാവമുണ്ട്. ഇതാണ് പല ഘട്ടങ്ങളിലും മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്. അത് പരിഹരിക്കണം. അതുപോലെ പെട്ടെന്നുള്ള സ്ഥലമാറ്റങ്ങൾ, ഇതിലൊക്കെ ഒരു പരിഹാരം കാണണം. ഈ ആരോഗ്യ മേഖല എന്ന് വെച്ചാൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രതിസന്ധിയിൽ ഇവർ തുടരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇവർ കാര്യങ്ങൾ ചെയ്യുക, ഈ രോഗി പരിപാലനം പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അത്തരത്തിലാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. സർക്കാർ ഇതിൽ ഇടപെട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം, ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ OP ബഹിഷ്കരണത്തിലുമൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇല്ലാത്ത പക്ഷമാണ് ഇവർ സമരം കടുപ്പിക്കാൻ തുനിഞ്ഞിരിക്കുന്നത്.